നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ ക്രിസ്മസ്, വിഷു അല്ലെങ്കിൽ ഓണം, റംസാൻ, ഈസ്റ്റർ അങ്ങനെ ഓരോ ഫെസ്റ്റിവലിനും ഓരോ രീതിയാണ്. എന്ന് പറയുമ്പം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാലഘട്ടം ഭയങ്കര തണുപ്പാണ്. ക്രിസ്മസിൻ്റെ ഒരു സീസൺ ആരംഭിക്കുന്നത് നമുക്കറിയാം നല്ല തണുപ്പായിരിക്കാം. പക്ഷെ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കാരണം അങ്ങനെ ഒരു ഫീല് കിട്ടുന്നില്ല. എപ്പോഴും മഴ പെയ്യാം എന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ക്രിസ്മസ് ഫീൽ ഇപ്പോൾ കിട്ടുന്നത് ശരിക്കും എൻ്റെ കാറിനകത്തിരിക്കുമ്പോഴാണ്. കാരണം ഈ കാറിന് റേസിടുമ്പോഴാണ് എനിക്ക് ഒരു ക്രിസ്മസ് ഫീൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തൊരു ക്രിസ്മസിൻ്റെ ആസ്വാദനവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വീട്ടിൽ ഞാൻ നക്ഷത്രവും തൂക്കിയിട്ടില്ല. കാരണം എപ്പോഴും മഴ പെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫീല് കിട്ടുന്ന ഈ കാറിനകത്ത് ഞാൻ ഒരു നക്ഷത്രം ഇടാൻ പോവാം. കാരണം വെച്ചാൽ പ്രകൃതിയോട് ഞാൻ പ്രതിഷേധിക്കുകയാണ്. എൻ്റെ പ്രതിഷേധം ഞാൻ പ്രകൃതിയെ അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ തോന്നുമ്പോൾ മഴ പെയ്യുന്നത്. കാരണം കരിങ്കുടി എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ മഴയത്ത് പക്ഷേ നനയൂലേ. അതുകൊണ്ട് പ്രകൃതിയോടുള്ള പ്രതിഷേധാർത്ഥം ഈ തണുപ്പ് കിട്ടുന്ന ഈ ക്രിസ്മസ് ഫീൽ കിട്ടുന്ന എൻ്റെ കാറിനകത്ത് ഞാനൊരു നക്ഷത്രം വാങ്ങിയിട്ടുണ്ട്. അത് ഇട്ടിട്ട് ഞാൻ എൻ്റെ ക്രിസ്മസ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്ന ഇതിനകത്ത് നിന്നാണ്. കാരണം തണുപ്പ് കിട്ടുന്ന ഏക സ്ഥലം ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി എപ്പോൾ ഉണ്ടും മഴ പെയ്യാം. അല്ല പിന്നെ ഓക്കെ അല്ലേ, സെറ്റല്ലേ? ഓക്കെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും.